ഗെറ്റ് റെഡി ഫോർ എ ഡ്രൈവിംഗ് ക്ലാസ്. അങ്ങനെയൊന്നുമില്ല കേട്ടോ, വലിയ ഗെറ്റ് റെഡി ഒന്നുമില്ല. കാരണം ഇവിടെ തന്നെ വന്ന് എടുക്കും, അവർ നമ്മളെ പിക്ക് ചെയ്യും, അതുപോലെ സെയിം ഇവിടെ ഡ്രോപ്പ് ചെയ്യും. അപ്പം അതിന് വേണ്ടി വലിയ കാര്യമായിട്ടുള്ള ഒരുങ്ങി കിട്ടുന്നത് വേണ്ട. ഇപ്പം ഞാൻ കുളിച്ചിറങ്ങിയ കാരണം വേണ്ടി മുടി ഉണങ്ങിയിട്ടില്ല. അപ്പം എനിക്കറിയില്ല ഞാൻ എന്ത് ചെയ്യുമെന്ന്. ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്യും, എന്നിട്ട് ഇങ്ങനെ ഫ്രീ എയർ ആയിട്ട് ഇടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കെട്ടി വയ്ക്കാനൊന്നും പറ്റില്ല. ജസ്റ്റ് കോംബ് ചെയ്യാം, ഫ്രീ എയർ ആയിട്ട് ഇടാം. നമുക്കെന്നാണല്ലോ ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് എല്ലാം ചെയ്യണോ വേണോ? ജസ്റ്റ് മോയ്സ്ചറൈസർ കഴിച്ചു. ഇനിയിപ്പോൾ സൺസ്ക്രീൻ എന്തായാലും തേക്കണം, പുറത്തിറങ്ങാണല്ലോ. അപ്പോൾ അതും തേക്കണം. അപ്പോൾ ഇതാണ് എൻ്റെ സൺസ്ക്രീൻ. അപ്പം ഞാനത് തേക്കട്ടെ. അല്ല, സൺസ്ക്രീൻ ഇപ്പോൾ ഭയങ്കര ആവശ്യമുള്ളൊരു കാര്യമാണ്. ഇവിടെയല്ല, നാട്ടിലായാലും തന്നെ ആവശ്യമാണ്. പക്ഷേ നാട്ടിൽ ഞാൻ എല്ലാവരും ഞാൻ യൂസ് ചെയ്തിട്ടില്ലെന്ന് പറയാം. ചെയ്തിട്ടുണ്ട്, പക്ഷേ അതൊക്കെ. പക്ഷേ ഇവിടെ സൺസ്ക്രീൻ യൂസ് കമ്പൽസറി ആണ്. കാരണം ഇവിടെ സൺസ്ക്രീൻ ഉണ്ടല്ലോ ഭയങ്കര അത്യാവശ്യ സാധനമാണ്. കാരണം ടാൻ അടിക്കും ഭയങ്കര പെട്ടെന്ന്. ഒരു ദിവസം നമ്മൾ സൺസ്ക്രീൻ തേക്കാറ് പുറത്ത് ഇറങ്ങിയോ രക്ഷയില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും നോക്കിയില്ല, സാധനം മേടിച്ചു. അതെനിക്ക് ആവശ്യമുള്ള സാധനമാണ്, എനിക്ക് തന്നെ മനസ്സിലായി. യെസ്, ഇതിപ്പോൾ മേക്കപ്പായിട്ടൊന്നും ഞാൻ ചെയ്യുന്നില്ല, കാരണം എവിടേക്ക് ഞാൻ പോകുന്നില്ലല്ലോ. ഇനി ഒന്ന് മുടി ഒന്ന് കോംബ് ചെയ്യാം, ആൻഡ് ലിപ് ബാം അപ്ലൈ ചെയ്യാം. ഭയങ്കര ആവശ്യമുള്ളതാണ്. ഞാൻ ജീവണ്ണ ഫസ്റ്റ് അറ്റംപ്റ്റിലാണ് ഞാൻ പാസ്സായിട്ടോ. നോളജ് ടെസ്റ്റ് ഫസ്റ്റ് അറ്റംപ്റ്റിന് കിട്ടി. പക്ഷേ എങ്കിൽ അതിന് മുന്നേ ഞാൻ ഒരു വട്ടം ജീവൻ എടുക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ വിഷൻ ടെസ്റ്റിൽ ഞാൻ ഫെയിലായിട്ടുണ്ടായിരുന്നു. എനിക്കെന്തോ അന്ന് അവിടെ ഐ ടെസ്റ്റ് എടുത്തപ്പോൾ എനിക്ക് റൈറ്റ് സൈഡിൽ ഒരു ലൈറ്റ് പോലും ബ്ലിങ്ക് ചെയ്യണതോ ഒന്നും കണ്ടായിരുന്നില്ല. ലെഫ്റ്റ് സൈഡിൽ എനിക്ക് എല്ലാ ലൈറ്റും അവിടെ ഇവിടെയൊക്കെ നടക്കുന്നതൊക്കെ ഞാൻ എനിക്ക് കണ്ട് പറഞ്ഞ് ഞാൻ ഇതാക്കി. പക്ഷേ എനിക്ക് റൈറ്റ് സൈഡിൽ എനിക്ക് ഒറ്റ ലൈറ്റ് ഞാൻ കണ്ടായിരുന്നില്ല. എനിക്കറിയില്ല എന്താണെന്ന്. എനിക്ക് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും, പക്ഷേ ലെഫ്റ്റ് സൈഡിൽ ഞാൻ കണ്ടു. റൈറ്റ് സൈഡിൽ എനിക്ക് ഒത്തിരി പറഞ്ഞു, എനിക്ക് കണ്ടില്ല, ലൈറ്റിനെ കണ്ടില്ല. ഞാനും ചേച്ചിയും കൂടെ പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ വന്ന് ഇറങ്ങിയിട്ട് ജാനുവരിയിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഡിസംബറിൽ വന്ന് ഇറങ്ങി, ജാനുവരിയിൽ തന്നെ ജാനുവരി എത്രാം തീയതി എനിക്ക് എത്ര ഓർമ്മയില്ല, ഒരു ഫസ്റ്റ് സെക്കൻഡ് വീക്കിലാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് റൈറ്റ് സൈഡിലെ ലൈറ്റ് അന്ന് കാണാൻ പറ്റിയില്ല. എനിക്കിപ്പോഴും അങ്ങനെയാണ്, എനിക്ക് എന്തുകൊണ്ടാണ് എനിക്കന്ന് പറ്റാഞ്ഞെന്ന് എനിക്കറിയത്തില്ല. എന്തോ. അപ്പോൾ ഞാൻ അത് ഫെയിലായപ്പോൾ അവർ എനിക്കൊരു ഫോം തന്നു, നമ്മൾ പുറത്ത് സെൻറ്ററിൽ പോയിട്ട് ഐ ടെസ്റ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ ഐ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 3 മാസം കഴിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ ജീവൻ എടുക്കാൻ പോയത്. പിന്നെ ക്ലാസ് തുടങ്ങി, പിന്നെ അങ്ങനെ നീണ്ടു പോയി. പിന്നെ സമ്മർ ബ്രേക്ക് ആയപ്പോൾ പോയി എടുത്തു. അവിടെ കൊണ്ടുപോയി ഞാൻ സർട്ടിഫിക്കറ്റ് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഒന്നും കൂടി എടുക്കാമെന്ന് പറഞ്ഞു. അതെടുത്ത് ഞാൻ സിമ്പിളായിട്ട് ഞാൻ പാസ്സായപ്പോൾ അവർ എന്നോട് പറയുകയാണ്, ഈ ഒരു ഫോമിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, ഒരു കുഴപ്പമില്ലല്ലോ കണ്ണിന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയാം എൻ്റെ കണ്ണിന് കുഴപ്പമില്ല എനിക്കറിയാം, പക്ഷെ എനിക്കറിയില്ല, ഫസ്റ്റ് ടൈമിൽ വന്നപ്പോൾ ഞാൻ ഫെയിലായി എന്ന് പറഞ്ഞു. അങ്ങനെ ഐ ടെസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് നേരെ അവർ സെൻറ്ററിലേക്ക് എക്സാം റൂമിലേക്ക് കയറ്റി. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം ഇവിടെ ഒരുവിധം ചോദിക്കുന്നവരൊക്കെ പറയണത് ഭയങ്കര ടഫാണ്, ജീവൻ ടഫാണ്, ചിലപ്പോൾ 1, 2, 3 വട്ടമൊക്കെ എഴുതിയാൽ പാസ്സാകും എന്നൊക്കെ പറഞ്ഞിട്ട് ആ മൊത്തം പേടിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ അത്യാവശ്യം പ്രിപ്പേർഡായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്, കൂടെ പേടിയുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട്, അവൻ ഒരു 4-5 വട്ടം ജീവൻ ഇപ്പോഴും കിട്ടിയിട്ടില്ല അവന്. അപ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം എങ്ങനെയെങ്കിലും ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടണമെന്ന് നല്ല പ്രാർത്ഥന ഉണ്ടായിരുന്നു. അങ്ങനെ കയറി എക്സാം സ്റ്റാർട്ടായി. ഫസ്റ്റ് ഉത്തരം ഞാൻ സെലക്ട് ചെയ്തു, ഓക്കെ അടിച്ചു. ആ ഫസ്റ്റ് ഉത്തരം തന്നെ തെറ്റിയെൻ്റെ അപ്പട്ടെ തീർന്നു. ഞാൻ വിചാരിച്ചു ഈശ്വര പോയി, കാരണം ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ തെറ്റിച്ചപ്പോൾ എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയി. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. ടെൻഷനായി എനിക്ക് ആകെ മൊത്തം ഈശ്വര, ഇനി ആകെ 3 ക്വസ്റ്റ്യനും കൂടിയാണ് തെറ്റിക്കാൻ പറ്റുക. കാരണം ഓൾറെഡി 4 ക്വസ്റ്റ്യൻ തെറ്റിക്കാൻ പറ്റുള്ളൂ ഒരു സെറ്റിൽ നിന്ന്. അപ്പോൾ അതിൽ 1 പോയി. എനിക്കാകെ 3 ക്വസ്റ്റ്യൻ തെറ്റിക്കാൻ പറ്റുള്ളൂ. ഞാൻ ടെൻഷൻ തുടങ്ങി. പിന്നെ അവിടെ നിന്ന് ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഇരുന്ന് ഭയങ്കരമായിട്ട് നോക്കി വായിച്ച് മനസ്സിലാക്കിയിട്ടായിരുന്നു ഇനി അങ്ങോട്ടുള്ള എന്താ പറയുക ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത്. അങ്ങനെ ആൻസർ ചെയ്തപ്പോൾ അങ്ങനെ ഒരു ആൻസർ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ടോട്ടൽ ഒരു 3 ക്വസ്റ്റ്യൻസ് ഞാൻ തെറ്റിച്ചു. ഏതിൽ? റൂൾസിന്. ഇങ്ങനെയോ റൂൾസ് പാസ്സായി.
അത് കഴിഞ്ഞിട്ട് അടുത്തത് സിഗ്നലായിരുന്നു. സിഗ്നൽ നമുക്ക് എല്ലാവർക്കും എളുപ്പമുള്ളതും ഈസി ഉള്ളതായിരുന്നു. സിഗ്നൽസ് ഞാൻ പെട്ടെന്ന്, എനിക്ക് തോന്നുന്നത് ഒരു 5 മിനിറ്റിനുള്ളിൽ ഞാൻ സിഗ്നൽസ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അതും ഫുൾ മാർക്കോടെ, ഒന്നുപോലും തെറ്റിയില്ല. അത് ഭയങ്കര എളുപ്പമായിരുന്നു. അങ്ങനെ സെറ്റായിട്ട് അത് പാസ്സായി. പക്ഷേ റൂൾസ് ആയിരുന്നു എനിക്കൊരു ചെറിയ പേടിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ 3 തെറ്റും ചെയ്തു. സിഗ്നൽ പിന്നെ പൊള്ളിയായിട്ട് ഞാൻ സ്പീഡിൽ ഇങ്ങനെ ടിക്ക് ചെയ്ത് വിടുമായിരുന്നു. സെറ്റായി. അതിൽ കഴിഞ്ഞ് നമുക്ക് റിസൾട്ട് കാണുമല്ലോ, പാസ്ന്ന് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ വല്ലാതെ സന്തോഷമാണ്. കാരണം പൊതുവെ എല്ലാവരും പറഞ്ഞു ഭയങ്കര ടഫാണ്, 1, 2, 3 വട്ടമൊക്കെ എഴുതിയാലേ പാസ്സാവുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ എക്സാം നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റൊക്കെ പാസ്സാകാൻ പറയുമ്പോൾ എനിക്ക് ഭയങ്കര വലിയൊരു വീട്ടിലേക്കൊക്കെ വിളിച്ച് പറഞ്ഞു. റൂമിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഞാൻ അപ്പോൾ തന്നെ വീട്ടിലേക്ക് അമ്മയ്ക്ക് വിളിച്ചു, ചേച്ചിക്ക് അമ്മയ്ക്ക് മെസ്സേജ് അയച്ചിട്ടു ഞാൻ പാസ്സായി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ഞാൻ G1 പാസ്സായി. അപ്പോൾ ഇതാണ് എൻ്റെ G1 പാസ്സായി എൻ്റെ സ്റ്റോറി. അപ്പം ഞാൻ വേഗം പോയിട്ട് റെഡിയായി നിൽക്കട്ടെ. കാരണം മറ്റേ ഡ്രൈവിംഗ് പഠിപ്പിക്കണ ആശാൻ, നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ ആശാൻ വരും. അപ്പോൾ റെഡിയായി നിൽക്കട്ടെ. ചേട്ടൻ ഇവിടെ ഒന്ന് പിക്ക് ചെയ്യുകയാണ് ചെയ്യുക. അപ്പം ഞാൻ ആ ചേട്ടൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നല്ല വെയിലുണ്ട്.